93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനാണ് എഴുതിയിരിക്കുന്നത് സീലോ വേണമെന്ന്. ഇന്നൊരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ദാ താക്കോൽ. എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കും അല്ലേ സാർ? അസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 ഒന്നും വേണ്ട. ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ? എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ? അതിനെന്താ കേൾക്കണം. ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതിയാ. വണ്ടി നിർത്താൻ. എന്താ എന്താ കാര്യം? ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. അതൊക്കെ പറ. ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ചുമ്മാ ഞാൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചല്ലോ. പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ ഈ ടെൻഡർ സർസർ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ, അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല, പരത്തുക വേണ്ടത്. കളറാസ്കൻ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രം? വാർത്തയുടെ ഇവിടെ. അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ. അത് കാണുമാരില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വീഴാൻ പോകുന്നത്. പ്ലീസ്, വെറുതെ എന്നെ ഇങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞത്. ശങ്കറല്ല, സാറെന്ന് വിളിക്ക. സാറെന്ന് വിളിക്കാൻ. എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 50-50 വേണ്ടാന്ന് വെക്കുന്നു. തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞതറിയാം. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അസൂയ. അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തന്നെ, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. അവനെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? നാളെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഏറ്റു.
എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ ഇന്നു മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്. മനസ്സിലായി ചേട്ടത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതെ മക്കളെ, ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. അതെ. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ എസ് ഐ ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ ഈ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ് നമുക്കത് വെച്ച് ആ ഏരിയ മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ ഓക്കെ, വഴിയുണ്ട് വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. കൊടുമ്പിരിയുണ്ട്, ശത്രുതയുണ്ട്. ശത്രുസംഹാരം ഉടനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? അറിയാമോ? മൂർത്തിത്തെ പരിചിത അക്ഷരതോ പത്മ പുനർജന്മന വൃതാംഗത. പിന്നെ ഏതെങ്കിലും 2 അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക. ബാക്കി പറയാം. ഓ, ഷെയർ എടുത്തോട്ട് 50-50 50 പിടിക്കും. അപ്പൊ ദേവസേട്ടാ, അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എത്തി ഞാൻ കെടുത്തിയത്, ഇല്ലെങ്കിൽ വീട് കത്തിക്കും. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. സാറാമ്മച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്? അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു. അറിയാതെ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുൾസൈ ആക്കാം. ഇവിടെ മൊത്തം ചോറ് പോലും കാണുന്നില്ലല്ലോ. കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? സാറാമ്മച്ചേട്ടത്തി വിളിച്ച് ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ തൊഴി വെച്ചോ. എവിടുന്നായി മുട്ട? ഇത് താറാവുകൾ ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല, പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെയായി മുട്ട? നാലെണ്ണം കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാണല്ലേ. താത്ത ഞങ്ങളല്ല, ഇവര് 2 രൂപ. അതെ അതെ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയാണ്. ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്.
തിന്നോ ആമ്പിള്ളേർക്ക് ആമ്പിളേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ, ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംപ്ലേറ്റ് താഴാക്കളാ, ബോംബെയിൽ താഴാക്കളെന്ന് കേട്ടിട്ടുണ്ട്. ഓംപ്ലേറ്റ് താഴാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. ഞങ്ങൾ ദാതാക്കളാ. കുക്കിംഗ് വലിയ കുഴപ്പമില്ല. ചെട്ടികളെ